എന്താ അത്? Yeah, come on. ഭൂതങ്ങൾ, പ്രേതങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഇവരെ പുറം ലോകം വിശേഷിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരതൊന്നുമല്ല. പ്രകൃതിയോട് അതിയായ സ്നേഹവും സദാസമയം ജാഗ്രതയും എന്തിനോടും പേടിയുമുള്ള നിഷ്കളങ്കരായ കുറേ പേർ. പക്ഷേ നമ്മുടെ ഇടയിൽ കാണുന്ന പല നെഗറ്റീവ്സും ഇവരുടെ ഇടയിലുമുണ്ട്. ആയുധു, ഭേട്ട, തർലേർ, ഇവരെയാണ് ഇവിടെ ഏറ്റവും കീഴ്ജാതിയായി കണക്കാക്കുന്നത്. അവരാണ് പക്ഷേ ഈ ഗ്രാമത്തിൻ്റെ ഷിയർ എക്സിസ്റ്റൻസ്, ഈ ഗ്രാമത്തിൻ്റെ വിശപ്പകറ്റുന്നവർ. അതാ മീൻ പിടിക്കുന്ന കണ്ടോ, അവരാണ് തർലേർ. നായാട്ട് നടത്തുന്നവർ ഭേട്ട. ഗ്രാമം സംരക്ഷിക്കുന്നതും ഈ ജാതിപ്പെട്ടവരാണ്. ഈ സ്പീക്കേഴ്സിൽ അവരുടെ ശബ്ദം കേൾക്കാം അല്ലേ? അതല്ല ടെക്നോളജി. അവരെ അറിയാതെ ഞാൻ പല സ്ഥലങ്ങളിലും മൈക്രോഫോൺസ് വെച്ചിട്ടുണ്ട്. அவங்க வெப்பன்ஸ்லாம் பார்த்தா ரொம்ப ஆதி காலத்து ஆயுதம் மாதிரி இருக்கு. സാം, അതിന് വെപ്പൺസ് ഇവരിപ്പോഴും ഹണ്ടിങ്ങിന് മാത്രമേ ഉപയോഗിക്കൂ. ഒരു ശത്രു രാജ്യമൊന്നുമില്ലല്ലോ ഇവർക്ക് യുദ്ധം ചെയ്യാൻ. അതുകൊണ്ട് അവരുടെ വെപ്പൺസിനൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. இதை பார்த்தா டார்சன் காமிக் படிக்கிற மாதிரி இருக்கு. സോ ഫ്ലെക്സിബിൾ. ഇന്ന് വരെ ഇവരാരും മരത്തിൽ നിന്ന് വീണതായിട്ടും പരിക്ക് പറ്റിയതായിട്ടും ഞാൻ കണ്ടിട്ടില്ല. അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മരങ്ങൾ. എന്തിനാ അവരതൊക്കെ ബാസ്ക്കറ്റിനുള്ളിലേക്ക് വെക്കണത്? മധു, അതാണ് അതിൻ്റെ ഒരു തമാശ. കെലമതിയിൽ നിന്ന് മധ്യമതിയിലേക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റിവിറ്റി. ഇവരും നമ്മളും തമ്മിലുള്ള ഒരു സാമ്യത, ജാതി വ്യത്യാസം. ഈ ഗ്രാമം കണ്ടില്ലേ, 3 ഡിഫറെൻറ്റ് ലെവലുകളായിട്ടാണ്: കെലമതി, മധ്യമതി, മുഖ്യമതി. ഇതുവരെ എല്ലായിടത്തും ഉണ്ടല്ലോ. എവിടെ, ഞാൻ നോക്കട്ടെ. കുഞ്ഞാത്തനും കരിയാത്തനും, ദ ഐസ് ഓഫ് 7000